ഷിരൂരിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഷിരൂരിൽ അർജുന്റെ ട്രക്ക് പുറത്തെത്തിക്കാനുള്ള ശ്രമം രാവിലെ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ പുറത്തെത്തിക്കുന്നതിനിടെ 2 തവണ ക്രെയിനിന്റെ വടം പൊട്ടിയിരുന്നു. പുതിയ ക്രെയിൻ എത്തിച്ചാകും ട്രക്ക് ഉയർത്തുക. അർജുന്റെ DNA പരിശോധനാ ഫലം 2 ദിവസത്തിനകം ലഭിക്കും. കാർവാർ കിംസ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹത്തിൽ നിന്നും സാമ്പിൾ ശേഖരിച്ച് DNA പരിശോധനയ്ക്ക് അയക്കും. പരിശോധനാ ഫലം വന്നതിന് ശേഷമേ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. AK അഭിലാഷ് നൽകും വിശദാംശങ്ങൾ. അഭിലാഷ്, അർജുന് എന്ത് സംഭവിച്ചു എന്നുള്ളതിന് ഉത്തരം കിട്ടി കഴിഞ്ഞു. ഇനി എപ്പോഴായിരിക്കും ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുക എന്നുള്ളതാണ് അറിയേണ്ടത്. അതിൽ ഈ DNA പരിശോധനാ ഫലം വരേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. എത്ര ദിവസം എടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം ഈ ട്രക്ക് പുറത്തെത്തിക്കാനുള്ള ശ്രമം ഇന്നും നടക്കും. ശ്രുതി, തുളസി, ഗുഡ് മോർണിംഗ്. ഇന്ന് കാർവാർ അതോടൊപ്പം തന്നെ ഷിരൂർ മേഖലകളിൽ പ്രധാനമായും 2 കാര്യങ്ങളാണ് നടക്കുക. അതിലൊന്ന് ഷിരൂരിൽ നടക്കുന്ന ഈ ട്രക്ക് പുറത്തേക്ക് എത്തിക്കുക എന്നതാണ്. മറ്റൊന്ന് ഈ കാർവാറിൽ ഇന്നലെ കിംസ് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്ന അർജുൻ്റെ മൃതദേഹവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. ഇതിൽ ആദ്യത്തേത് ഈ മൃതദേഹത്തിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ച് DNA പരിശോധനയ്ക്ക് അയക്കും രാവിലെ തന്നെ. അതോടൊപ്പം തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ ഇന്നലെ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അർജുൻ്റെ ബന്ധു ജിതിനടക്കമുള്ള ആളുകൾ ഇന്നലെ കാർവാർ ആശുപത്രിയിലെത്തി മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തുകയും ഈ ഭാഗങ്ങൾ സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഏതെങ്കിലും തെളിവുകളുണ്ടോ എന്ന് പോലീസിൻ്റെ ചോദ്യത്തിന് അദ്ദേഹത്തിന് അത്തരത്തിലൊരു സ്ഥിരീകരണം നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പ്രധാനമായും മൃതദേഹാവശിഷ്ടങ്ങൾ അഴുകിയ നിലയിലായിരുന്നു എന്നതാണ്. മറ്റൊന്ന്, ഈ മൃതദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന അർജുൻ ധരിച്ചിരുന്ന പാൻസ് ജിതിൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും DNA പരിശോധന വേണമെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം. അത് ആവശ്യം അംഗീകരിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ 3 പേരെ കാണാതായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അർജുനെ മാത്രമാണ് കണ്ടെത്തിയത്. അതിൽ ഒരു തരത്തിലുള്ള സംശയവും ഉടലെടുക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ DNA പരിശോധനയ്ക്ക് നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടവും എത്തിയത്. സംസ്ഥാനത്തിൽ നിന്നും അടക്കം ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. പ്രധാനമായും ഇത്തരത്തിലൊരു വിഷയം വീണ്ടും ഉയർന്നു വരരുത് എന്നുള്ള ഒരു നിലയ്ക്ക് തന്നെയാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് പോകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഇൻക്വസ്റ്റ് നടപടികൾ ഇന്നലെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം സാമ്പിളുകൾ ശേഖരിക്കുകയും ഈ ഹുബ്ലിയിലെ FSL ലാബിലേക്ക് അയക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും 2 ദിവസമെങ്കിലും ഈ DNA പരിശോധനാ ഫലം ലഭിക്കുന്നതിന് വേണ്ടി വരുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതേസമയം ജില്ലാ കളക്ടർ അടക്കമുള്ളവർ അതോടൊപ്പം തന്നെ കാർവാർ SP അടക്കമുള്ള ആളുകൾ ഈ പരിശോധനാ ഫലം പെട്ടെന്ന് ലഭ്യമാക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഒരു ദിവസത്തിനകം നാളെ രാവിലെയോടുകൂടി തന്നെ ഈ DNA പരിശോധനാ ഫലം ലഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ DNA പരിശോധനാ ഫലം ലഭ്യമാക്കിയതിന് ശേഷം മാത്രമേ മൃതദേഹം ബന്ധുക്കൾക്ക് കൊടുക്കൂ. അതിനുശേഷമായിരിക്കും ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് മൃതദേഹം കൊണ്ടുപോകുക. മറ്റൊന്ന്, ഈ ഷിരൂർ മേഖലയിൽ ഈ അർജുൻ്റെ ട്രക്ക് ഇന്നലെ 11 മണിയോടെ കണ്ടെത്തുകയും ഏതാണ്ട് 3 മണിയോട് കൂടി പുറത്തെത്തിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ വൈകിട്ട് 6 മണിയോടെയാണ് ഇത് കരയ്ക്ക് എത്തിച്ചത്. ഇത് മുകളിലേക്ക് എത്തിക്കാനുള്ള 4ഓളം ശ്രമങ്ങൾ പരാജയപ്പെട്ടു. അതിൽ 2 തവണയും അതിൻ്റെ വടം പൊട്ടി വാഹനം പിന്നോട്ട് പോകുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ്. ഇന്നലെ 2 ക്രെയിനുകൾ ഉപയോഗിച്ചായിരുന്നു ഈ വാഹനത്തെ പുറത്തെത്തിക്കാനുള്ള നീക്കം നടത്തിയത്. അത് പരാജയപ്പെടുന്ന സ്ഥിതി വന്നതോടുകൂടി തന്നെ ഇന്നലെ ഇരുട്ട് വീഴുകയും അതോടൊപ്പം തന്നെ മഴ പെയ്യുകയൊക്കെ ചെയ്തതോടുകൂടിയാണ് ഇന്നലെ ആ ദൗത്യം അവസാനിപ്പിച്ചത്. ഇന്ന് കൂടുതൽ വിപുലമായ രീതിയിൽ തന്നെ ഈ ട്രക്ക് മുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനാവശ്യമായ ക്രെയിൻ സംവിധാനങ്ങളടക്കം എത്തിച്ചതിന് ശേഷമായിരിക്കും ഈ ട്രക്ക് മുകളിലേക്ക് എത്തിക്കുക. ഇതിൽ ഈ ലോറിയുടെ ഉടമയുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിൻ്റെ ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സംവിധാനം ജാമായി കഴിഞ്ഞിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് ഈ ട്രക്ക് മുകളിലേക്ക് എത്തിക്കാൻ കഴിയാത്തത് എന്നുള്ളതാണ്. അതൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് അത് റിലീസ് ചെയ്തതിന് ശേഷം മാത്രമേ ട്രക്ക് മുകളിലേക്ക് എത്തിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഒരു ടെക്നീഷ്യൻ എത്തിക്കണം എന്നുള്ള കാര്യം അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇന്ന് രാവിലെ ടെക്നീഷ്യൻ അടക്കം, അതായത് ഭാരത് ബെൻസാണ് വണ്ടി, അതുകൊണ്ട് അതിൻ്റെ ചേസ് അടക്കമുള്ള ഭാഗങ്ങൾക്ക് യാതൊരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല. ടയർ അടക്കമുള്ള ഭാഗങ്ങൾക്ക് യാതൊരു കേടുപാടുകളും സംഭവിച്ചില്ല. ക്യാബിനും അതോടൊപ്പം തന്നെ ഇതിൻ്റെ തടി കയറ്റുന്ന ആ ഭാഗങ്ങളുമാണ് പൂർണ്ണമായും തകർന്നത്. ഏതായാലും ഈ വാഹനത്തെ രാവിലെ 10 മണിയോടുകൂടി തന്നെ പുറത്തെത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ഈ 2 പേരെ കൂടി, അതായത് ജഗന്നാഥൻ അതോടൊപ്പം തന്നെ ലോകേഷ് എന്നീ 2 പേരെ കൂടി ഇനി പുഴയിൽ നിന്ന് കണ്ടെത്താനുണ്ട്. ഈ അർജുനെ കണ്ടെത്തിയെങ്കിൽ പോലും തിരച്ചിൽ അവസാനിപ്പിക്കില്ല എന്നാണ് ഇന്നലെ കാർവാർ MLA ആയ സതീഷ് കൃഷ്ണസേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ തെരച്ചിലും ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് മാറ്റിയുള്ള പരിശോധനയും ഇന്ന് രാവിലെ തന്നെ തുടങ്ങുമെന്നുള്ള വിവരം കൂടി വരുന്നു. ഏതായാലും മേഖലയിൽ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ദൗത്യത്തെ ബാധിക്കില്ല എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രുതി, ശരി. ഏതായാലും ഷിരൂരിൽ അർജുനെ കണ്ടെത്തിയിരിക്കുന്നു. അർജുൻ്റെ ട്രക്ക് കൂടുതൽ കരയിലേക്ക് വലിച്ചെടുക്കാനുള്ള ശ്രമം ഇന്നും തുടരും. AK അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത്.